Dear students, safety devices and accessories used in welding workshop എന്ന ടോപ്പിക്കിൽ നമ്മളിപ്പോൾ 2-3 വീഡിയോസ് കണ്ടു. അതിലേറ്റവും അവസാനത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇതിന് മുന്നത്തെ വീഡിയോ നമ്മൾ ആപ്രൺ, അതുപോലെ ഗ്ലൗസ്, ഹാൻഡ് സ്ക്രീൻ, ഹെൽമെറ്റ് സ്ക്രീൻ, അങ്ങനെ ഒരുപാട് സേഫ്റ്റി ഡിവൈസുകളെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇനി ബാക്കി വരുന്ന കുറച്ച് സേഫ്റ്റി ഡിവൈസുകളെ കുറിച്ചിട്ടും വെൽഡിങ് നടക്കുന്ന അവസരത്തുള്ള സേഫ്റ്റിനെ കുറിച്ചിട്ടുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. വീഡിയോയിലോട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് വായിക്കാം. പോർട്ടബിൾ ഫയർ പ്രൂഫ് ക്യാൻവാസ് സ്ക്രീൻ ആർ യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് ദ പേഴ്സൺ who വർക്ക് നിയർ ദ വെൽഡിംഗ് ഏരിയ ഫ്രം ആർക്ക് ഫ്ലാഷസ് എന്നാണ് പറയുന്നത്. ഒരു വലിയൊരു കമ്പനിയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ ആയിരിക്കും. ഒരുപാട് വെൽഡിംഗ് സെക്ഷനുകൾ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു വ്യക്തി വെൽഡ് ചെയ്യുന്ന സ്ഥലത്തിൽ നിന്നും അടുത്ത ചെയ്യുന്ന വ്യക്തിയും ഇതിൻ്റെ ഇടയിൽ ഒരു സ്ക്രീന് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, മറച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ആൾ ചെയ്യുന്ന ആ ഒരു ആർക്കിൻ്റെ സ്പാറ്റേഴ്സും കാര്യങ്ങളും അപ്പുറത്തോട്ട് തെറിച്ച് വീഴാനും ഇതിൻ്റെ സ്പാർക്കിൽ നിന്നുണ്ടാവുന്ന ഈ അൾട്രാവയലറ്റ് രശ്മികളിലേക്കൊക്കെ കണ്ണ് പതിയാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പോർട്ടബിൾ ഫയർ പ്രൂഫ് ക്യാൻവാസ് സ്ക്രീൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, പോർട്ടബിൾ ഫയർ പ്രൂഫ് ക്യാൻവാസ് സ്ക്രീൻ ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യം അതാണ്. അപ്പോൾ നമുക്ക് ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വ്യക്തികൾ വെൽഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു വലിയ കമ്പനികളാണെങ്കിൽ ഒരുപാട് നിരയിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെൽഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 വ്യക്തികൾ വെൽഡ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വ്യക്തി ചെയ്യുന്ന അവസരത്തിലുണ്ടാകുന്ന സ്പാറ്റേഴ്സ് അപ്പുറത്തെ വ്യക്തിയുടെ മേത്തേക്ക് തെറിച്ച് വീഴാതിരിക്കുന്നതിനും ആ ഒരു അൾട്രാ വയലറ്റ് കിരണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്ക്രീൻ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഒരു മറ പോലെ കൊടുത്തിട്ടുണ്ട്. 3 സൈഡും മറച്ചിട്ടുണ്ട്, 2 ഇതിലും ആ മറ കൊടുത്തിട്ടുണ്ട്. അതാണ് എന്ത്, പോർട്ടബിൾ ഫയർ പ്രൂഫ് ക്യാൻവാസ് സ്ക്രീനിങ്. അതിന് നമുക്ക് മനസ്സിലായി പോർട്ടബിൾ ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ എന്താണ്, ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് കൊണ്ട് നടക്കാൻ പറ്റും. അതുപോലെ ഫയർ പ്രൂഫാണ്. അതിന് തീയൊന്നും വന്നു കഴിഞ്ഞാൽ ഓട്ടയാവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. നമ്മൾ നോർമലി ചിലപ്പോൾ ഈ ഒരു ആർക്കൊക്കെ ഇപ്പോൾ നമ്മൾ ഡ്രസ്സിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ഈ ആർക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് ഫയർ പ്രൂഫ് ക്യാൻവാസ് സ്ക്രീനിങ് ആയ കാരണം ഇതെന്താണ്, ഇത് ഈ ആർക്കിൽ നിന്ന് നമുക്ക് സംരക്ഷണം തരും. അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 2 വ്യക്തികൾ വർക്ക് ചെയ്യുന്ന അവസരത്തിൽ ഈ ആർക്കും സ്പേറ്റേഴ്സും തെറിച്ച് മറ്റൊരു വർക്കറിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പോർട്ടബിൾ ഫയർ പ്രൂഫ് ക്യാൻവാസ് സ്ക്രീനിങ് ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടൈപ്പിൻ്റെ ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് പോർട്ടബിളാണ്, നമുക്ക് എടുത്ത് കൊണ്ടുപോയി വേറെ സൈഡിലേക്ക് വേണമെങ്കിൽ വെക്കാം. അധികം വെയിറ്റ് ഉണ്ടാവില്ല. പക്ഷേ എന്താണ്, ഫയർ പ്രൂഫാണ്, തീയിനെ കടത്തി വിടില്ല. ഓക്കെ, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആയിരിക്കും, ക്യാൻവാസ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഇപ്പോൾ ഇതുപോലത്തെ സ്ക്രീനാണ് നേരത്തെ നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെൽഡിങ് ചെയ്യുന്ന അവസരത്തിൽ വളരെ പ്രധാനപ്പെട്ടതായി ഉപയോഗിക്കുന്ന ഒരു സേഫ്റ്റി ഡിവൈസാണ് പ്ലെയിൻ ഗോഗിൾസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ആർക്ക് വെൽഡിങ് ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ ഹാൻഡ് സ്ക്രീന് അതുപോലെ ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഹെൽമെറ്റ് സ്ക്രീനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളൊരു ഡിവൈസാണ് പ്ലെയിൻ ഗോഗിൾസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം അതിലോരോ പോയിൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കാം. പ്ലെയിൻ ഗോഗിൾസ് ആർ യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദ ഐസ് വൈൽ ചിപ്പിംഗ് ദ സ്ലാഗ് ഓർ ഗ്രൈൻഡിങ് ദ ജോബ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഹാൻഡ് സ്ക്രീൻ എന്ന് പറയുന്നത് കണ്ണിനെയും മുഖത്തെയും സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എന്ത്, നമ്മുടെ ഗോഗിൾസ് എന്ന് പറയുന്നത്. പ്ലെയിൻ ഗോഗിൾസ് ആർ യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് ദ ഐസ്. എന്താണ്, നമ്മുടെ കണ്ണിനെയാണ് സംരക്ഷിക്കുന്നത്. എപ്പോഴാണ് കണ്ണിനെ സംരക്ഷിക്കുന്നത്, വൈൽ ചിപ്പിംഗ് ദ സ്ലാഗ് ഓർ ഗ്രൈൻഡിങ് ദ ജോബ്. നമ്മൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വെൽഡിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ വെൽഡ് ചെയ്ത ഭാഗത്ത് ഒരു സ്ലാഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരിക്കും. സ്ലാഗ്, ആ സ്ലാഗിനെ നമ്മൾ ചിപ്പിംഗ് ഹാമർ ഉപയോഗിച്ചിട്ട് ചിപ്പ് ചെയ്ത് കളയുക ചെയ്യുക. നമ്മൾ പറയുകയാണെങ്കിൽ ചെത്തിക്കളയുന്ന പോലെ നമ്മൾ ചിപ്പ് ചെയ്ത് കളയാണ് ചെയ്യുക. ആ ചിപ്പ് ചെയ്യുന്ന അവസരത്തിൽ ആ ചെറിയ ചിപ്പിംഗ് പാർട്ടിക്കിൾസൊക്കെ എന്താണ്, തെറിച്ച് പോകാനുള്ള സാധ്യതകളുണ്ട്. തെറിച്ച് നമ്മുടെ കണ്ണിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു മുറിവുണ്ടാവാനും കണ്ണിന് വളരെയധികം ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഗോഗിൾസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രൈൻഡിങ് ചെയ്യുമ്പോഴൊക്കെ ഈ ചിപ്പ് കണ്ണിലേക്ക് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത്, പ്ലെയിൻ ഗോഗിൾസ് നമ്മൾ ഉപയോഗിക്കുന്നത്. നോക്കാം, അടുത്ത പോയിന്റ് നോക്കാം. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ബാക്കലൈറ്റ്. ഈ പ്ലെയിൻ ഗോഗിൾസ് നിർമ്മിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ബാക്കലൈറ്റ് കൊണ്ടാണ്. ബാക്കലൈറ്റ് നമ്മുടെ ഈ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ടാക്കുന്ന മെറ്റീരിയലാണ് ബാക്കലൈറ്റ് എന്ന് പറയുന്നത്. ആ ബാക്കലൈറ്റ് കൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്, നമ്മുടെ പ്ലെയിൻ ഗോഗിൾസ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൽ പറയുന്ന പോയിന്റാണ് ഫ്രെയിം ഫിറ്റഡ് വിത്ത് ക്ലിയർ ഗ്ലാസസ്
ആൻഡ് ആൻ ഇലാസ്റ്റിക് ബാൻഡ് ടു ഹോൾഡ് ഇറ്റ് സെക്യൂർലി ഓൺ ദ ഓപ്പറേറ്റർ ഹെഡ്. നമ്മൾ പറയുന്ന പോലെ തന്നെ എന്തുണ്ടായിരിക്കും, ഇതിന് നല്ല ഗ്ലാസ് ഉണ്ടായിരിക്കും, ഒരു ക്ലിയർ ഗ്ലാസ് ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ രണ്ട് എൻഡിലും ഒരു എലാസ്റ്റിക് ബാൻഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ തലയിൽ ഫിക്സഡ് ആയി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് എലാസ്റ്റിക് ബാൻഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഹെൽമെറ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഒരു എലാസ്റ്റിക് ബാൻഡ് പോലെ തന്നെ ഗോഗിൾസിൽ എന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇതേപോലത്തെ എലാസ്റ്റിക് ബാൻഡ് ഹോൾഡ് ചെയ്ത് ടൈറ്റായി നിൽക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഗോഗിൾസ് എന്ന് പറഞ്ഞാൽ ചിപ്പിങ്ങും ഗ്രൈൻഡിങ്ങും പ്രോസസ്സൊക്കെ നടക്കുന്ന അവസരത്തിൽ ഈ സ്പാറ്റേഴ്സും അതുപോലെ ഈ ചെറിയ ചെറിയ ചിപ്പൊക്കെ നമ്മുടെ കണ്ണിലേക്ക് ഡയറക്റ്റ് വന്ന് പതിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലെയിൻ ഗോഗിൾസ് ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം, അടുത്ത പോയിന്റ് നോക്കാം. ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ കംഫർട്ടബിൾ ഫിറ്റ്, പ്രോപ്പർ വെന്റിലേഷൻ ആൻഡ് ഫുൾ പ്രൊട്ടക്ഷൻ ഫ്രം ഓൾ സൈഡ്സ്. എന്താണ് പറയുന്നത്, ഒരു പ്ലെയിൻ ഗോഗിൾ നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ടായിരിക്കണം. അത് ധരിക്കുന്ന വ്യക്തിക്ക് അത് കൃത്യമായിട്ട് നല്ല കംഫർട്ടായിരിക്കണം. അതുപോലെ ഫിറ്റ് പ്രോപ്പറായിട്ട് അത് ഫിറ്റ് ആയിരിക്കണം. ലൂസായിരിക്കാനൊന്നും പാടില്ല. കൃത്യമായിട്ട് എന്തായിരിക്കണം, പ്രോപ്പർ ഫിറ്റ് ആയിരിക്കണം. ഓവർ ടൈറ്റ് ആവാനും പാടില്ല, അതും കണ്ണിന് ദോഷകരമാണ്. അതുപോലെ തന്നെ വെന്റിലേഷൻ വേണം അല്ലേ, എയർ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണം, ഇല്ലെങ്കിൽ അതും കണ്ണിന് ദോഷമാണ് അല്ലേ. പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷൻ വേണം. ആൻഡ് ഫുൾ പ്രൊട്ടക്ഷൻ ഫ്രം ഓൾ സൈഡ്, 4 സൈഡിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം, അതിന് പ്രൊട്ടക്ഷൻ കിട്ടണം. മുന്നിൽ നിന്ന് മാത്രം പ്രൊട്ടക്ഷൻ കിട്ടിയാൽ പോരാ, ഫുള്ളായിട്ട് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. എന്നാലേ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഉപകാരം ഉണ്ടാവുകയുള്ളൂ. ചിപ്പ് തെറിക്കുന്നത് ഏത് സൈഡിലേക്കാണ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് കാരണമാണ് എന്ത് പറയുന്നത്, എല്ലാ സൈഡിൽ നിന്നും കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ഗോഗിൾസിൻ്റെ ചിത്രമാണ് നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാൻ പറ്റുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബാക്കിൽ ഒരു ഇലാസ്റ്റിക് ബാൻഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ, നമ്മുടെ തലയിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനായിട്ട് എലാസ്റ്റിക് ബാൻഡ് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ഗ്ലാസ്, ഇതാണ് ക്ലിയർ ഗ്ലാസ്. പിന്നെ പറഞ്ഞ ഒരു പോയിന്റ്, എല്ലാ സൈഡിൽ നിന്നും പ്രൊട്ടക്ഷൻ വേണം അല്ലേ. ഇപ്പോൾ ഈ ഒരു സൈഡിൽ നിന്നാണെന്നെങ്കിലും ഫ്രണ്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും ബാക്ക് സൈഡ് ഇവിടെ നിന്നാണെങ്കിലും ടോപ്പിൽ നിന്ന് വീഴാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് എന്ത് കിട്ടും, പ്രൊട്ടക്ഷൻ കിട്ടും. ഇതിൻ്റെ ഒരു ഡിസൈൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. 2 ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു നോർമൽ കണ്ണട പോലെയല്ല, നോർമൽ കണ്ണട പറഞ്ഞാൽ ഏകദേശം ഇത്ര വരുള്ളൂ. ബാക്കി ഇതൊക്കെ എന്താണ്, ഫുള്ളായിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഭാഗങ്ങളൊക്കെ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ഇതാണ് പ്ലെയിൻ ഗോഗിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് നിങ്ങൾ നോട്ടിലോട്ട് വരയ്ക്കേണ്ട ഒരു പ്ലെയിൻ ഗോഗിൾസിൻ്റെ ചിത്രമാണ്. ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു പ്ലെയിൻ ഗോഗിളാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇലാസ്റ്റിക് ബാൻഡ് കാണാൻ പറ്റും. കണ്ണിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് ഒരു ഗ്ലാസ്, പിന്നെ ഫുൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്, 2 സൈഡും ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾ നോട്ടിലോട്ട് പ്ലെയിൻ ഗോഗിൾസ് എന്ന് എഴുതിയിട്ട് വരയ്ക്കേണ്ട ചിത്രം. ഓക്കെ, സിമ്പിൾ ചിത്രമാണ്. ഇനി അടുത്തൊരു ഡിവൈസാണ് റെസ്പിറേറ്റർ. ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയില്ലാത്തൊരു പേരാണ് റെസ്പിറേറ്റർ എന്നുള്ളത്. എന്താണെന്ന് നമുക്ക് നോക്കാം. സംടൈംസ് ടോക്സിക് ഫ്യൂംസ് ആൻഡ് ഹെവി സ്മോക്സ് may be liberated from the weld while welding non-ferrous alloys like brass. എന്താണ് പറയുന്നത്, നോൺ ഫെറസ് എന്ന് പറഞ്ഞാൽ ഇരുമ്പാണ്. നോൺ ഫെറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പല്ലാത്ത മെറ്റീരിയൽ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അല്ലാത്ത അലോയികളുണ്ട് ഒരുപാട്. അതിന് ഉദാഹരണമാണ് ബ്രാസ്, ചെമ്പ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ വെൽഡ് ചെയ്യുന്ന അവസരത്തിൽ ടോക്സിക് ഫ്യൂംസ്, വിഷാംശമുള്ള പുകകളും അതുപോലെ ഹെവി സ്മോക്കും, വലിയ പുകകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് ടോക്സിക് ഫ്യൂംസ്, അതായത് വിഷാംശം കലർന്നുള്ള പുകകൾ, അതുപോലെ ഹെവി സ്മോക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ നേരിട്ട് ശ്വസിച്ച് കഴിഞ്ഞാൽ വളരെയധികം വലിയ വിപത്താണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് റെസ്പിറേറ്റർ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ നോർമൽ വെൽഡിങ് ചെയ്യുന്ന അവസരത്തിലൊക്കെ നമുക്ക് ഹാൻഡ് സ്ക്രീനോ അല്ലെങ്കിൽ ഹെൽമെറ്റ് സ്ക്രീനൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ടോക്സിക് ഫ്യൂംസ് അതുപോലെ ഹെവി സ്മോക്കുകളൊക്കെ ഉണ്ടാകുന്ന അവസരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസ്പിറേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് റെസ്പിറേറ്ററിലെ പോയിന്റ് എന്നുള്ളത്. യൂസ് എ റെസ്പിറേറ്റർ ആൻഡ് യൂസ് എക്സോസ്റ്റ് ഡക്റ്റ് ആൻഡ് ഫാൻസ് നിയർ ദ വെൽഡ് ഏരിയ ടു അവോയ്ഡ് ഇൻഹാലിംഗ് ദ ടോക്സിക് ഫ്യൂംസ് ആൻഡ് സ്മോക്സ്. എന്താണ് പറയുന്നത്, യൂസ് എ റെസ്പിറേറ്റർ, ഒന്നെങ്കിൽ ഒരു റെസ്പിറേറ്റർ അല്ലെങ്കിൽ എക്സോസ്റ്റ് ഡക്റ്റ് അല്ലെങ്കിൽ ഫാൻ. ഈ വെൽഡ് ചെയ്യുന്ന അവസരത്തിൽ ഈ വെൽഡിങ് ചെയ്യുന്ന വ്യക്തി ഒന്നെങ്കിൽ റെസ്പിറേറ്റർ ധരിച്ചിരിക്കണം, അല്ലെങ്കിൽ ആ വെൽഡ് ചെയ്യുന്ന റൂം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വെന്റിലേഷൻ ഉള്ളതും അതുപോലെ ഫാനൊക്കെ കൊടുത്തിരിക്കണം, ഒരു എക്സോസ്റ്റ് ഫാനൊക്കെ കൊടുത്തിരിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷാംശം നമ്മുടെ ശരീരത്തിലേക്ക് നേരെ കയറി നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങളെ നശിപ്പിക്കും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റെസ്പിറേറ്റർ എന്നുള്ള ഡിവൈസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഹൈ ക്വാളിറ്റിയിലുള്ള റെസ്പിറേറ്ററിൻ്റെ ചിത്രമാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൽ ഒരു എലാസ്റ്റിക് ബാൻഡ് ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോഗിൾസ് കണ്ണിലാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തമായിട്ട് നമ്മുടെ ഒരു മാസ്ക്, ഇപ്പോൾ യൂസ് ചെയ്യുന്ന മാസ്കിൻ്റെ ഒരു ഹൈ ക്വാളിറ്റി ലെവലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇതാണ് എന്ത്
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫിൽട്ടർ എലമെൻറ്റ് ഒരു സൈഡിൽ 2 സൈഡിലും എന്തുണ്ടായിരിക്കും ഫിൽട്ടർ എലമെൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതൊരു റെസ്പിറേറ്ററിൻ്റെ ചിത്രമാണ്. വെൽഡിങ് ചെയ്യുന്ന അവസരത്തിൽ ടോക്സിക് ഫ്യൂംസും ഹെവി സ്മോക്സും നമ്മുടെ ശരീരത്തിലേക്ക് ഡയറക്റ്റായി കയറുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് റെസ്പിറേറ്റർ ഉപയോഗിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടോ, ഇതാണ് എന്ത് റെസ്പിറേറ്ററിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ചിത്രം. ഫ്രണ്ട് എന്നുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുകൊണ്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരൊറ്റ ചിത്രം കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചിത്രം കാണാൻ പറ്റും. ഒരു വ്യക്തി റെസ്പിറേറ്റർ ഉപയോഗിച്ചിട്ട് വെൽഡിങ് ചെയ്യുന്നത് കാണാൻ പറ്റും. ആർക്ക് വെൽഡിംഗ് ആണ് ചെയ്യുന്നത്. ആ അവസരത്തിൽ അദ്ദേഹം ഗോഗിൾസ് ധരിച്ചിട്ടുണ്ട്, റെസ്പിറേറ്ററും ധരിച്ചിട്ടുണ്ട് അല്ലേ. അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ ഒരു മാസ്ക് ഇപ്പോൾ യൂസ് ചെയ്യുന്ന മാസ്കിൻ്റെ ഒരു ഹൈ ക്വാളിറ്റി ലെവലാണ് റെസ്പിറേറ്റർ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നമ്മൾ മാസ്ക് ധരിക്കുന്ന അതേപോലത്തെ ഗുണങ്ങൾ തന്നെയാണ് റെസ്പിറേറ്ററിനുള്ളത്. ടോക്സിക് ഫ്യൂംസിൽ നിന്നും ഹെവി സ്മോക്സിൽ നിന്നും നമ്മുടെ ശരീരത്തിനെ പൂർണ്ണമായും സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് റെസ്പിറേറ്ററിന് ഉള്ളത്. നോക്കാം. ഇൻഹാലിംഗ് ടോക്സിക് ഫ്യൂംസ് വിൽ മേക്ക് ദ വെൽഡർ ബിക്കം അൺകോൺഷ്യസ് ആൻഡ് ഫാൾ ഓൺ ദ ഹോട്ട് വെൽഡ് ജോബ് ഓൺ ദ ഫ്ലോർ. ദിസ് കോസ് ബേൺസ് ഓർ ഇഞ്ചുറി. എന്താണ് പറയുന്നത്? ഇൻഹാലിംഗ് ടോക്സിക് ഫ്യൂംസ്, ഈ വിഷാംശം കലർന്നിട്ടുള്ള പുക വെൽഡർ ശ്വസിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അൺകോൺഷ്യസ് ആവും, പെട്ടെന്ന് അദ്ദേഹത്തിന് വയ്യാതാവും. അപ്പോൾ അദ്ദേഹം വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബ് അത് ഹെവി ഹീറ്റ് ആയിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞു, വെൽഡിങ് നടക്കുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന ചൂട് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. ആ ചൂടുള്ള മെറ്റീരിയൽ നമ്മുടെ കാലിലോ നമ്മുടെ ദേഹത്തോ വീണ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റെസ്പിറേറ്റർ എന്നുള്ള ഡിവൈസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള പല സേഫ്റ്റി ഡിവൈസുകളും ഒന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തി കയ്യിൽ ധരിച്ചിട്ട് 2 ഹാൻഡ് ഗ്ലൗസ് ധരിച്ചിട്ടുണ്ട് അല്ലേ. ഹാൻഡ് ഗ്ലൗസ് ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ലെതറിൻ്റെ ഗ്ലൗസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഹെൽമെറ്റ് സ്ക്രീനാണ്. കണ്ണിനും ഫേസിനും പ്രൊട്ടക്റ്റ് നൽകുന്നതാണ് ഹെൽമെറ്റ് സ്ക്രീന്. അതുപോലെ തന്നെ അതിൽ മറ്റൊരു കാറ്റഗറിയാണ് ഹാൻഡ് സ്ക്രീൻ എന്ന് പറയുന്നത്. പിന്നെ ബൂട്ട്, പ്രൊട്ടക്റ്റീവ് ബൂട്ട്സിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലോത്തിങ് മീൻസ് നമ്മൾ ഏപ്രണിനെ കുറിച്ചാണ്, ലെതർ കൊണ്ടുള്ള ഏപ്രണിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റെസ്പിറേറ്റർ, ഇപ്പോൾ ലാസ്റ്റായി അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് റെസ്പിറേറ്റർ എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വെൽഡിങ് ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ഈ ഒരൊറ്റ ചിത്രത്തിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.